അർത്ഥവും അറിയാം. തമസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. ഇത് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഭാരതം എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാട്. അതാണ് ഭാരതം. AD 7 AD 2 ഇടയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ബിറ്റ്വീൻ AD 2 and 7, അപ്പോഴാണ് നളന്ദയും തക്ഷശിലയും എല്ലാം ഇല്ലാണ്ടായത്. ആ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്ന സമയത്ത് ലോകത്തിന് വെളിച്ചം പകർന്ന ഒരു നാടാണ്. നമ്മുടെ സർവകലാശാലകളിലൂടെ ലോകം പഠിച്ചിരുന്നു, ലോകം വെളിച്ചം നേടിയിരുന്നു. അതാണ് ഭാരതം എന്ന ആ ഒരു പേരിന് ഭംഗിയുള്ളത്. അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാട് ഭാരതം. ഭാരതീയനാവുന്നതിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരവസരം വരുന്നതും ഈ ഒരു അക്ഷരാർത്ഥത്തിലൂടെയാണ്. ഇനി ഭാവാർത്ഥമുണ്ട്. നമ്മളൊരു പടം വരച്ചു, ഇങ്ങനെയുണ്ട്, കൊള്ളാം മീൻസ് ഓക്കെ. വേറൊരാളെ കാണിച്ചു, അവർ പറഞ്ഞു കൊള്ളാം മീൻസ് ഗുഡ്. വേറൊരാൾ കൊള്ളാലോ മീൻസ് എക്സലന്റ്. അപ്പോൾ ഭാവം മാറുന്നതനുസരിച്ച് നമ്മുടെ അർത്ഥം മാറും. ഇത് നമ്മുടെ ഭാഷയുടെ സ്പെഷ്യാലിറ്റി. ഇത് ഭാവാർത്ഥം. ഇനി വ്യംഗ്യാർത്ഥമുണ്ട്. ഭർത്താവ് പറയാണ്, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിക്ക് പോവാണ്. അപ്പൊ ഭാര്യ എന്ത് പറയും? ചെല്ല് എന്ന് പറഞ്ഞാൽ ഒരിക്കലേ പോവൂ. വ്യംഗ്യാർത്ഥം. സോ അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം, ഇങ്ങനെ പല അർത്ഥങ്ങളുള്ള ഈ ഭാഷയിൽ എഴുതപ്പെട്ട ഏതൊരു കൃതിയെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ തലങ്ങളിലൂടെയാണ്, പല വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിനെ മറ്റൊരു കോണിലൂടെ, മറ്റൊരു ദൃഷ്ടികോണിലൂടെ, മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ നോക്കാനുള്ളൊരു ശ്രമം നടക്കുന്നത്. അതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മുടെ ആവശ്യമനുസരിച്ചാണ്. നിങ്ങൾക്ക് ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ അതില് ഇവിടെ ചുമർചിത്രകലയ്ക്കുള്ള അവരാണെന്നുണ്ടെങ്കിൽ അക്രലിക്കിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ വെള്ളം യൂസ് ചെയ്തേക്കാം, ദാഹം തീർക്കാൻ വേണ്ടി വെള്ളം യൂസ് ചെയ്തേക്കാം, കുക്ക് ചെയ്യുന്ന ഒരാൾ അരി വേവിക്കാൻ വേണ്ടി വെള്ളം യൂസ് ചെയ്തേക്കാം. വെള്ളം ഒന്നാണ്, പക്ഷെ ഉപയോഗം പലതാണ്. അതേപോലെ രാമായണം എന്ന ഈ ആദി കാവ്യം, അതിൻ്റെ പല തലങ്ങൾ, പല രീതിയിലാണ് നമുക്ക് ഉപയോഗമാകുന്നത്. എന്തിന്? യോഗം എന്നുള്ള വാക്ക്, യോഗം യത്തത് യോഗ, ആരെങ്ങോട്ട് പോകുന്നു അത് അവന്റെ യോഗം എന്നുള്ള രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ഇങ്ങനെയല്ല അതിന്റെ യൂട്ടിലിറ്റി, പക്ഷെ ഇങ്ങനെയും ഉപയോഗിക്കാം. അതുപോലെയാണ് നമ്മൾ രാമായണത്തെയും ഉപയോഗിക്കുന്നത്. നമുക്ക് കഥയായിട്ട് മാത്രം കാണാനും രാവണന്റെ 10 തല കണ്ട് ചിരിക്കാനും ഹനുമാന് ഒരു കുരങ്ങനാണ് എന്ന് പറഞ്ഞ് കളിയാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമായിരിക്കരുത് രാമായണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് നീക്കം ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ലെസനാണ് രാമായണം. ആ ലെസന് നിങ്ങൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇനി ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതൊരു പ്രിഫേസ് മാത്രം. ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന, ജില്ലായിട്ടിരിക്കുന്ന അതിലുണ്ട് ഇല്ലല്ലോ. സാഡ്നെസ് അല്ലേ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ സാഡ്നെസ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിന് നമുക്കൊരു വഴി വേണം. എന്നാൽ ആദികാവ്യമായ രാമായണം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ സാഡ്നെസ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഈ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണ് ഈ സാഡ്നെസ് എങ്ങനെ ഫേസ് ചെയ്തു, എങ്ങനെയാണ് ഓരോ ആൾക്കാർ ഓവർകം ചെയ്തത്, അവരുടെ നേച്ചർ എന്തായിരുന്നു, ഈ സാഡ്നെസ് എവിടേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രത്നാകരൻ എന്ന ആ ഒരു മോഷ്ടാവ്, സന്യാസിമാര് പറയുന്നു, നീ ചെയ്ത തെറ്റുകൾ നീ തന്നെ അനുഭവിക്കും. അപ്പൊ ഇല്ല, എന്റെ ഭാര്യയും മക്കളും അനുഭവിക്കും. അവരും പറഞ്ഞു ഇല്ല. ആ ഒരു സാഡ്നെസ്സോടുകൂടി മര 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 എന്ന് പറഞ്ഞ മരത്തിന്റെ ഇടയിൽ മര മര എന്ന് പറഞ്ഞത് രാമ 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 എന്നായി അറിവ് നേടി വാൽമീകിയായി എന്ന് പറയുന്നു. വാൽമീകി ആദ്യ ശ്ലോകം എഴുതുന്ന മാനിഷാദ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം എഴുതുന്നത് ക്രൗഞ്ച പക്ഷികളിൽ ഒന്ന് താഴേക്ക് വീഴുമ്പോഴാണ്. വേടന്റെ അമ്പ് കൊണ്ട് താഴേക്ക് വീഴുമ്പോൾ അവിടെ തുടങ്ങുന്നു വിരഹം, അവിടെ തുടങ്ങുന്നു വിഷമം, അവിടെ തുടങ്ങുന്നു സാഡ്നെസ്, the predominant emotion in your life which needs to be really taken care of. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. കുട്ടികളില്ലാത്ത ദശരഥൻ കുട്ടികൾക്ക് വേണ്ടി വിഷമിച്ചു. കല്യാണം കഴിച്ചു, കൗസല്യയിൽ കുട്ടികളില്ല, കൈകേയിയിൽ കുട്ടികളില്ല, സുമിത്രയിൽ കുട്ടികളില്ല. വിഷമം 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 വിഷമം, ഇത് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ഉടനെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ആന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതി ഒരു താപസകുമാരനെ അമ്പെയ്ത് കൊന്ന തെറ്റ്, അതും വിഷമം. ആ താപസകുമാരൻ പറയുന്നു,
സാരമില്ല മഹാരാജൻ, നിങ്ങൾ അറിയാതെ ചെയ്തതാണ്, ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് കണ്ണ് കണ്ടുകൂടാ, അവർക്ക് വെള്ളം കൊടുക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്, നിങ്ങളത് പൂർത്തീകരിക്കണം. അവിടെയും വിഷമം. അതുകൊണ്ട് കൊടുക്കുമ്പോൾ നീ ആരാണ്? ഞാൻ ദശരഥനാണ് എന്ന് പറയുന്ന ആ നിമിഷം, എൻ്റെ മകൻ എവിടെ എന്ന് ആ അച്ഛന്റെ വിഷമം. അവർ തീയിലേക്ക് ചാടുമ്പോൾ ശാപം കൊടുക്കുന്നു, പുത്രശാപത്തിൽ നീ മരിക്കും എന്ന ആ ശാപം, അവിടെ വിഷമം. തിരിച്ച് വശിഷ്ഠനോട് വന്ന് ഞാൻ പുത്രശാപത്തിൽ മരിക്കും എന്ന് പറയുന്നല്ലോ എന്ന ആ വിഷമത്തിൽ നിൽക്കുന്ന ദശരഥനോട് ചിരിച്ചുകൊണ്ട് വശിഷ്ഠൻ പറയുന്നു, നിനക്ക് പുത്രൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ദ ഫസ്റ്റ് ടൈം എ സൊല്യൂഷൻ ടു എ സാഡ്നെസ്. ശാപം കിട്ടിയത് പുത്രശോകത്തിൽ മരിക്കുമെന്ന്. കുട്ടികളില്ലാത്തവന് പുത്രശോകത്തിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവന് കുട്ടികൾ ഉണ്ടാവും. സോ ചേഞ്ച് യുവർ പെർസ്പെക്ടീവ് ആൻഡ് ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദ സാഡ്നെസ് എന്ന ആദ്യത്തെ ലെസൺ രാമായണം പഠിപ്പിക്കുന്നു. വശിഷ്ഠനിലൂടെ, ആദ്യത്തെ ഗുരുവിലൂടെ നമുക്ക് ഈ സാഡ്നെസ്സിനെ ഫേസ് ചെയ്യാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നു. അതും രാമായണം സൂചിപ്പിക്കുന്നു. വിഷമം അവിടെയുമുണ്ട്. സീത ചോദിക്കുന്നു, രാമൻ നിന്നെ വിളിക്കുന്നു, പോകൂ ലക്ഷ്മണ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ ഇല്ല എന്ന് പറയുമ്പോൾ, നീ എന്നെ പ്രാപിക്കാൻ, രാമൻ പോയാൽ എന്നെ പ്രാപിക്കാൻ നീ ചിന്തിച്ചോ എന്ന ആ ചോദ്യത്തിൽ ലക്ഷ്മണൻ പെട്ടുപോവുകയാണ്. കാരണം അത്രത്തോളം സ്നേഹിച്ച. ഇതിനുശേഷം വാൽമീകി രാമായണത്തിൽ എടുത്തു പറയുന്നുണ്ട്, രാമൻ കൊണ്ടുവന്ന് ചോദിക്കുന്നു, ഈ വള ആരുടെയാണ് ലക്ഷ്മണ, നിനക്കറിയാമോ? അറിയില്ല. ഈ മോതിരം ആരുടെയാണോ? അറിയില്ല. ഈ മാല ആരുടെ? അറിയില്ല. ഈ ചൂടാമണി ആരുടെ? ഒന്നും അറിയില്ല. കൊലുസ് കാണുമ്പോൾ പറയുന്നു, ഇതെന്റെ ഏട്ടത്തിയുടെ ഇതാണ്. കാല് മാത്രം എല്ലാ ദിവസവും തൊട്ട് തൊഴുത ആ കൊലുസിനെ ലക്ഷ്മണന് മനസ്സിലായി എന്നുള്ളത് ദ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ദ ലവ് ഹി ഹാസ്. ഒരു അച്ഛനെ സ്നേഹിച്ച മകൻ രാമൻ, മകനെ ജീവനോളം സ്നേഹിച്ച അച്ഛൻ ദശരഥൻ, ഭാര്യ എന്ന ആ സ്ഥാനത്തിൽ നിന്ന് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് വന്ന സീത, അവിടെ നല്ല ഭാര്യ. അതേ തലത്തിൽ ലക്ഷ്മണന്റെ ഭാര്യ, നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് ഊർമിള നിന്ന ആ സ്ഥാനത്തും അവിടെ ഓരോ ക്യാരക്ടറും നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്യാരക്ടേഴ്സാണ്. ഇവരെല്ലാവരും ഫേസ് ചെയ്ത വിഷമങ്ങൾ മാത്രമാണ്. രാവണന്റെ വിഷമവും, മേഘനാഥൻ മരിക്കുന്നതുൾപ്പെടെയുള്ള വിഷമവും, അവസാനം ജീവൻ നഷ്ടപ്പെടുന്ന വിഷമവും, തിരിച്ചു വന്ന് അവിടെ സീത പ്രസവത്തിനായി വാൽമീകി ആശ്രമത്തിൽ പോകണം എന്ന് പറയുന്ന ആ വിഷമവും, അവിടെ ഭാര്യയെ പിരിഞ്ഞുള്ള രാമന്റെ വിഷമവും, ഭൂമാദേവിയിലേക്ക് സീത പോകുമ്പോഴുള്ള വിഷമവും, മക്കൾ വന്ന് ചോദിക്കുന്ന ഈ രാമനെ കുറിച്ചാണോ ഞങ്ങൾ പാടിയത് എന്ന് ചോദിച്ച വിഷമം. ഇങ്ങനെ ഇമോഷണലി ഈ ഒരു ഹോൾ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് ആകെ കാണാൻ സാധിക്കുന്നത് വിഷമം മാത്രമാണ്. ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് പോകുന്നുണ്ട്. ബാലി രാമന്റെ മടിയിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഒളിഞ്ഞു നിന്ന് അമ്പെയ്തു നീ എന്നെ, രാമ നീ ചെയ്തത് തെറ്റാണ്. അപ്പോൾ രാമൻ പറയുന്നു, നീ മരണത്തിന് അർഹനാണ്. കാരണം മറ്റൊരുത്തന്റെ ഭാര്യയെ നീ തൊട്ടു, അവളുടെ അനുവാദമില്ലാതെ തൊട്ടു. സുഗ്രീവന്റെ ഭാര്യയെ നീ തൊട്ടു, അത് ചെയ്തത് തെറ്റാണ്. മൊറാലിറ്റി അതെപ്പോൾ ബ്രീച്ച് ചെയ്യപ്പെടുന്നോ അത് വിഷമം. അതിനോടൊപ്പം അതിലേക്ക് നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റിയും കാണിച്ചു തരുന്നതാണ് രാമായണം. The moral side or the emotional side of Ramayana will give you a complete lesson on how to handle emotions. ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാര്യം ആരും എടുത്തു പറയില്ല രാമായണം ദുഃഖം മാത്രം പറയുന്നൊരു കാവ്യമാണ്. ദുഃഖം മാത്രം പറയുന്നൊരു കാവ്യമാണ്. തുടക്കം മുതൽ അവസാനം വരെ ദുഃഖം മാത്രം പറയുന്നൊരു കാവ്യമാണ്. അതിനെ ശരിയായ രീതിയിൽ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, അതിൽ നിന്നും ഉത്തരങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, വശിഷ്ഠൻ ആദ്യം പറഞ്ഞതുപോലെ, പുത്രനില്ലാത്ത നിനക്ക് പുത്രശോകത്തിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പുത്രൻ ഉണ്ടാകണം നിനക്ക്. അതിലുള്ള സന്തോഷം നീ കാണുക. ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ആൻഡ് ലൈഫ് വിൽ ചേഞ്ച്. ഞാൻ എവിടെയാണോ അതാണ് എൻ്റെ അയോധ്യ എന്ന് സീത പറയുമ്പോൾ, being satisfied with the given situations will take you off from emotions. നമ്മളുടെ വൈകാരിക തലത്തിൽ നമുക്കുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ that makes you more content and not sad. ഇങ്ങനെ ഓരോരുത്തരും ദുഃഖത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് പഠിപ്പിക്കുന്ന ലെസൺ. ലോകത്തിലെ ഏറ്റവും നല്ല സൈക്കോളജി ടെക്സ്റ്റാണ് എന്ന് ഞാൻ പറയും. ഏറ്റവും നല്ല സൈക്കോളജി ടെക്സ്റ്റാണ് രാമായണം. എവിടെയാണ് ഈ സൈക്കോളജി ടെക്സ്റ്റ്? നമുക്ക് കഥയിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു സമയത്താണ് സൂചന ലഭിക്കുന്നത്. എല്ലാം ഒരേപോലെ ഇരിക്കും. ഇപ്പൊ നമുക്ക് എല്ലാം ഒരു കൂട്ടത്തിൽ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് സേ ബ്ലാക്ക് ഹെയർ അല്ലെങ്കിൽ വൈറ്റ് ഹെയർ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരെയും കാണുന്നുണ്ട്, ഫൈൻ. അതിനിടയ്ക്ക് ഒരു ബ്ലൂ കളർ ഹെയർ ഉള്ള ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തത തോന്നുമോ തോന്നില്ലയോ? നമ്മൾ അവരെ നോക്കുമോ നോക്കില്ലയോ? തീർച്ചയായിട്ടും നോക്കും.
അങ്ങനെയുള്ള സൂചനകളായിട്ട് രാമായണത്തിൽ എന്താണുള്ളത് എന്ന് നോക്കുക. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ദശരഥനും എല്ലാവരും മനുഷ്യരൂപം, പുരുഷരൂപം. കൈകേയിയും കൗസല്യയും സുമിത്രയും സീതയും ഊർമിളയും എല്ലാവരും സ്ത്രീരൂപം. ഒരു വ്യത്യാസമില്ല. ഹനുമാൻ, അങ്കദൻ, സുഗ്രീവൻ, അങ്ങനെ അവരെല്ലാവരും കവിരൂപം അല്ലെങ്കിൽ നരരൂപം. നരരൂപം എന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരായിരുന്നു എന്നർത്ഥമുണ്ട്. കുരങ്ങാണെന്നല്ല പറഞ്ഞത്. നര, അവരും മനുഷ്യരായിരുന്നു എന്നും അതിന് അക്ഷരാർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു പ്രിഫേസ് ആയിട്ട് പലതും നമ്മൾ പറയുന്നത്, നമുക്ക് ഹനുമാൻ എന്ന് പറയുന്നത് ഒരു കുരങ്ങിന്റെ രൂപം നമുക്ക് വളരെ ഈസി ആയിട്ട് പിക്ചറൈസ് ചെയ്യാം. പക്ഷെ നരൻ എന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും. അവരും മനുഷ്യരായിരുന്നു. ആയിട്ടറിയാം 9 തലയായിരുന്നെങ്കിൽ വരയ്ക്കാൻ നല്ല സുഖമായിരുന്നു. നടുക്കൊരു മുഖം, അപ്പുറത്ത് 4 ഇപ്പുറത്ത് 4, ഫിനിഷ്. 10 തല എന്തിനാണ് ഇവർ കൊണ്ടുവച്ചത്? ശല്യമായത് അല്ലേ? ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത വരിക. രാവണന് 10 തല. എന്നാൽ രാവണന്റെ ബ്രദർ വിഭീഷണന് ഒരു ഡിസ്കൗണ്ട്, ഓണം ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഒരു 5 തല പോട്ടെ, 2 തല ഇല്ല. അതെന്താ ഇല്ലാത്ത? അവിടെ വ്യത്യസ്തത തുടങ്ങുന്നു. കുംഭകർണൻ വയറ് ചെവിയിൽ തട്ടുന്ന അത്രയും വലിയ വയറുള്ള വ്യക്തി. അതെന്താ ഇവർക്ക് വിഭീഷണനും രാവണനും ഒന്നും അത്രയും വലിയ വയറില്ലാത്ത? വ്യത്യസ്തത. ശൂർപ്പനഖ, ഷാർപ്പ് നെയിൽസ് ഉള്ള ആ സ്ത്രീ അല്പനേരം സുന്ദരിയായിരിക്കും, അത് കഴിഞ്ഞാൽ രാക്ഷസിയാവും. അക്ഷസ എന്ന് പറഞ്ഞാൽ ഇരുണ്ട കണ്ണുകൾ ഉള്ളവർ. ഈ വൈറ്റ് പോർഷൻ ഇല്ലാതെ ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന കാണാൻ വിചിത്രമായിരിക്കും. അതാണ് അക്ഷസ എന്ന് പറയുന്നത്, ഇരുണ്ട കണ്ണുകളുള്ള ആൾ. അപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഈ ഡിഫറൻസിലാണ് സൈക്കോളജി അപ്ലൈ ചെയ്യേണ്ടത്. അവിടെയാണ് സൈക്കോളജിയുടെ ബിഗസ്റ്റ് ലെസൺ ഒളിഞ്ഞിരിക്കുന്നത്. രാവണന് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട് എന്ന് രാമായണം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. രാവണൻ വീണയുണ്ടാക്കും, പാട്ട് പാടും, കവിത എഴുതും, യുദ്ധം ചെയ്യും, ഭാര്യയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, സീതയെ സ്നേഹിച്ചിരുന്നു, മേഘനാഥനെ സ്നേഹിച്ചിരുന്നു. രാവണൻ അശോകവാടിക നിർമ്മിച്ചത് ആ രീതിയിലുള്ളതാണ്. സ്വർണത്തിൽ ലങ്ക നിർമ്മിച്ചതാണ് ഒരു മനുഷ്യനുള്ളത്. ഈ 10 ഉള്ളൂ. രാവണനും 10 ഉള്ളൂ തല. ദേ ആർ ഇന്റലിജൻസസ്. ഇത് മനുഷ്യന്റെ ഇന്റലിജൻസസിനെ സൂചിപ്പിക്കുന്നു. ഹോവർഡ് ഗാർഡനർ പറഞ്ഞു, എത്തിക്കൽ, മ്യൂസിക്കൽ, ലോജിക്കൽ, വിഷ്വൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ എന്നൊക്കെ 10 ലിസ്റ്റ് ചെയ്തു. ഈ 10 രാവണന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നിങ്ങൾ രാവണനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിയുന്ന ഒരു ചാപ്റ്റർ ഓഫ് സൈക്കോളജി വിച്ച് ഇസ് കോൾഡ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിൽ മാത്രമാണ് ഇന്റലിജൻസ് ഉള്ളത്. 10 ഇന്റലിജൻസസ് ഉണ്ട്. ഈ 10 ഇന്റലിജൻസസിന് ശേഷം വേറെ ഒന്നും വരില്ല എന്ന് തീർച്ചപ്പെടുത്തി. എത്തിക്കൽ എന്ന ഇന്റലിജൻസ് വരുമ്പോഴാണ് രാവണൻ ശിവഭക്തനാണ്, ഭക്തിയുണ്ട്. എത്തിക്കൽ ഇന്റലിജൻസ്. അശോകവാടിക നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. രാവണൻ എഴുതിയതാണ് ഈ ശിവതാണ്ഡവ സ്തോത്രം. ലിറിക്കൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. മാത്തമാറ്റിക്കൽ, വിഷ്വൽ ഇന്റലിജൻസസ് ആണ് ലങ്ക ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. രാവണൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്. അത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്. വിഭീഷണന് എക്സ്ട്രാ തലയില്ലാത്തത് സബ് കോൺഷ്യസ് മൈൻഡിന് ഇന്റലിജൻസസ് ഇല്ല. വേർച്യൂസ് മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് ആണ് വിഭീഷണൻ. വിഭീഷണന്റെ സ്വഭാവം നോക്കാം. വിഭീഷണൻ ഇടയ്ക്ക് വന്ന് പറയും, രാമനാണ് യുദ്ധം ചെയ്യരുത്, മരിക്കും, കൊല്ലപ്പെടും, നിന്റെ മക്കൾ, നിന്റെ കുടുംബം, രാജ്യം എന്നൊക്കെ വന്ന് വേർച്യൂസ് മാത്രം പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ആണ് വിഭീഷണൻ. കുംഭകർണൻ ഉറങ്ങിക്കിടക്കും, അൺകോൺഷ്യസ് മൈൻഡ്. ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് ദി അൺകോൺഷ്യസ് എന്ന ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. കുംഭകർണൻ എഴുന്നേറ്റാൽ രാമന്റെ ആർമിയെ തോൽപ്പിക്കാൻ ശക്തിയുള്ളതാണ്. ദാറ്റ് ഇസ് ദി പവർ ഓഫ് ദി അൺകോൺഷ്യസ്. നിങ്ങൾക്ക് കാല് വയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ പുറകെ ഒരു പേപ്പട്ടി വന്നാൽ നിങ്ങൾ ഓടുവോ? ഓടില്ലേ? ഓടും. അതാണ് പവർ ഓഫ് ദി അൺകോൺഷ്യസ്. കുംഭകർണൻ എഴുന്നേൽക്കുന്നത് ചില നിമിഷങ്ങളിൽ, അറ്റ് ടൈംസ് ഓഫ് ഡേഞ്ചർ മാത്രം. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് കുംഭകർണൻ. അതുകൊണ്ടാണ് കുംഭകർണൻ ഉറങ്ങിക്കിടക്കുന്നത്. സോ സൈക്കോളജിയിൽ 3 ചാപ്റ്റർ നിങ്ങൾ ഫിനിഷ് ചെയ്തത് രാമായണത്തിലെ കഥയിലെ ചെറിയൊരു പോർഷനിലൂടെ മാത്രം. എന്നാൽ ശൂർപ്പണഖ അതെന്തിനാണ്? അപ്പൊ അത് ഇന്റലിജൻസോ ഫാസറ്റോ അല്ല, മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് ആണ്. 4 മനുഷ്യരായിരുന്നില്ല. ഒരു മനുഷ്യൻ
രാമായണത്തിലെ ഒരു ചേഞ്ച്, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ 4 ഫാസറ്റ്. അതാണ് രാവണൻ ആസ് ദ കോൺഷ്യസ് മൈൻഡ്, വിഭീഷണൻ ആസ് ദി സബ് കോൺഷ്യസ് മൈൻഡ്, കുംഭകർണൻ ആസ് ദി അൺകോൺഷ്യസ് മൈൻഡ്, ആൻഡ് ദ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് ഇസ് നത്തിങ് ബട്ട് ശൂർപ്പണഖ. ഇനി ഇതിന്റെ ഫിലോസോഫിക്കൽ ആംഗിളും കൂടി വേഗം പറഞ്ഞു തീർക്കാം. ഇനി കഥകളിയുടെ ആസ്വാദനവും കൂടെ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഇരുന്ന് കാണണം. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ അതിലേക്ക് പോവാം. നമുക്കിതിന്റെ ഫിലോസോഫിക്കൽ ആംഗിളും കൂടെ എടുക്കാം. രാമൻ പരമാത്മാവും സീത ജീവാത്മാവുമാണെങ്കിൽ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മനസ്സിൽ ഈ ഇന്റലിജൻസസ് ബേസ് ചെയ്തിട്ടുള്ള കോൺഷ്യസ് മൈൻഡ് അതിനെ തട്ടിക്കൊണ്ടുപോകും. യുവർ മൈൻഡ് വിൽ ബി ഡൈവേർട്ടഡ് ഓർ യുവർ സോൾ വിൽ ബി ഡൈവേർട്ടഡ് ടുവേർഡ്സ്, ജീവാത്മാ വിൽ ബി ഡൈവേർട്ടഡ് ടുവേർഡ്സ് മെറ്റീരിയൽ തിങ്സ് ബൈ ദി കോൺഷ്യസ് മൈൻഡ്. രാവണനാണ് തട്ടിക്കൊണ്ട് പോകുന്നത്, വിഭീഷണൻ തട്ടിക്കൊണ്ട് പോകില്ല, കുംഭകർണൻ തട്ടിക്കൊണ്ട് പോകില്ല, ശൂർപ്പണഖ ട്രൈ ചെയ്യും. പക്ഷെ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് ആ വേരിയേഷന്റെ സമയത്തും കോൺഷ്യസ് മൈൻഡിനോടാണ് പറയുന്നത്. കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പിരിച്വൽ ഗ്യാപ്പിനെ റെക്ടിഫൈ ചെയ്യാൻ എന്താണ് സീത പറഞ്ഞതാണ്, എന്റെ രാമൻ വരും. ദ ഫെയ്ത്ത്, എന്റെ രാമൻ എന്നെ വന്ന് രക്ഷിക്കും. സോ യോർ ജീവാത്മ awaits the spiritual awakening or the coming of the Paramatma or the coming of the super soul. He will come and protect you. ഇത് ഹൈഡ് ചെയ്യുന്നത് സിംബൽസിലൂടെയാണ്. ഇതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നത് സയൻസ് ആണ്. ആ സയൻസിൽ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ആ സയൻസിൽ സൈക്കോളജി എങ്ങനെ പഠിക്കാം, ഇതിനെ ഇത്രത്തോളം ഭംഗിയായിട്ട് ഒരു കഥയായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ തത്വങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്ന ഒരു യുണീക്ക് ടെക്സ്റ്റ്.